ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരെയും നയതന്ത്രജ്ഞരെയും വീണ്ടും അമ്പരിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സ്ഥിരം പല്ലവി ആവർത്തിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ആണവയുദ്ധം താൻ തടഞ്ഞുവെന്നും ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ സംഘർഷം അവസാനിപ്പിച്ചത് തന്റെ ശ്രമഫലമാണെന്നും ട്രംപ് വീണ്ടും അവകാശപ്പെട്ടു. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഈ പ്രസ്താവന. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിരുന്ന രീതിയിൽ ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഒരു ആണവയുദ്ധം പൊട്ടിപ്പുറപ്പെടുമായിരുന്നു ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ യുദ്ധങ്ങൾ പരിഹരിക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചു. ട്രംപിന്റെ ഈ പ്രസ്താവന പശ്ചിമേഷ്യയിലും യൂറോപ്പിലുമായി നടക്കുന്ന നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ തന്റെ ഭരണ മികവും നയതന്ത്രജ്ഞതയും എടുത്തു കാണിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകമെമ്പാടും നടക്കുന്ന യുദ്ധങ്ങൾക്കിടയിൽ വെടിനിർത്തലുകൾക്കും കരാറുകൾക്കും അംഗീകാരം നേടാൻ ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ശ്രമിക്കുന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ട്രംപ് ആവർത്തിച്ച് പറയുന്ന ഈ വിജയഗാഥ ഇന്ത്യൻ വശത്തു നിന്നുള്ള യാഥാർത്ഥ്യങ്ങളുമായി ഒട്ടും പൊരുത്തപ്പെടുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമല്ല നടന്നതെന്ന് ഇന്ത്യൻ സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വളരെ വ്യക്തമായി അറിയിച്ചിട്ടുള്ളതാണ്. 2021 ഫെബ്രുവരി 25 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇരു രാജ്യങ്ങളിലെയും സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടത്തിയ നേരിട്ടുള്ള ചർച്ചകളെ തുടർന്നാണ്. പാകിസ്ഥാൻ ഡിജിഒയും ഇന്ത്യൻ ഡിജിഒയുമായി സംസാരിക്കുകയും വെടിനിർത്തൽ വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു. ഇത് തികച്ചും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉദ്ദേശപരമായ തീരുമാനമായിരുന്നു. ഇവിടെ അമേരിക്കൻ ഇടപെടലിന് വലിയ പങ്കില്ലായിരുന്നു എന്നതാണ് ചരിത്രപരമായ വസ്തുത. ട്രംപിന്റെ ഈ അവകാശവാദം വെറും ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി മാത്രം കാണേണ്ടിയിരിക്കുന്നു. തന്റെ നയതന്ത്ര സ്വാധീനം ആഗോളതലത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് അമേരിക്കൻ വോട്ടർമാരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായി ഇതിനെ വിലയിരുത്തപ്പെടാവുന്നതാണ്. പ്രത്യേകിച്ച് അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ട്രംപിന് ലോക സമാധാന സ്ഥാപകൻ എന്ന ഇമേജ് കെട്ടിപ്പടുക്കുന്നത് നിർണായകമാണ്. ട്രംപിന്റെ പ്രസ്താവനകളിലെ വൈരുദ്ധ്യം ഇവിടെ വ്യക്തമാകുന്നു. ഒരു വശത്ത് ലോകമെമ്പാടും നടക്കുന്ന യുദ്ധങ്ങൾക്കിടയിൽ വെടിനിർത്തലിനും സമാധാന കരാറുകൾക്കും താൻ അംഗീകാരം നേടാൻ ശ്രമിക്കുന്നുവെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ, മറുവശത്ത് അമേരിക്ക യുക്രൈനിലേക്ക് ആയുധങ്ങൾ അയക്കുന്നതിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. റഷ്യയുമായുള്ള സംഘർഷത്തിനിടയിൽ തന്റെ ഭരണകൂടം യുക്രൈനിലേക്ക് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകൾ അയക്കുമെന്ന് ട്രംപ് ഞായറാഴ്ച പറഞ്ഞിരുന്നു. എത്ര വ്യോമ പ്രതിരോധ മിസൈലുകൾ അയക്കുമെന്ന് ട്രംപ് പറയാൻ വിസമ്മതിച്ചെങ്കിലും ചില മിസൈലുകൾ അയക്കുമെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ വീണ്ടും സജീവമാക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. സമാധാനത്തിന്റെ വക്താവായി സ്വയം അവതരിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോഴും യുദ്ധഭൂമിയിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നു. ട്രംപിന്റെ ഈ നിലപാടുകൾ ശ്രദ്ധേയമാണ്. കാരണം അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും പുടിനുമായി തനിക്ക് മികച്ച ബന്ധമാണുള്ളതെന്നും അദ്ദേഹം നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പുടിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതും യുക്രൈനിലേക്ക് ആയുധങ്ങൾ അയക്കുന്നതിനും ട്രംപിന്റെ നയങ്ങളിൽ ഒരു മാറ്റം വന്നതായി വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ പുടിനുമായി നടത്തിയ ചർച്ചകൾ ഫലം കാണാത്തതിനാലാവാം അദ്ദേഹം ഈ കടുത്ത നിലപാടിലേക്ക് മാറിയത്. അല്ലെങ്കിൽ ഇത് വെറും തിരഞ്ഞെടുപ്പ് കാലത്തെ ഒരു തന്ത്രപരമായ നീക്കമായിരിക്കാം. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അമേരിക്കൻ വിദേശ നയം, അതായത് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയാൽ അമേരിക്കൻ വിദേശ നയം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ഇത് വർദ്ധിപ്പിക്കുന്നു. ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ, മറുവശത്ത് ആയുധ വിതരണം. ഈ വൈരുദ്ധ്യങ്ങൾ US നയതന്ത്രജ്ഞതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം, അതായത് യുക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തുന്നത് യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്നത് നിർണായകമാണ്. ഇത് റഷ്യയുടെ സൈനിക തന്ത്രങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സ്വാധീനിക്കും. ഇന്ത്യ പാക് ബന്ധം, അതായത് ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ ഇന്ത്യ പാക് ബന്ധത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയില്ല. കാരണം ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അമേരിക്കയുടെ ഈ അവകാശവാദങ്ങൾ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു US പ്രസിഡന്റ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ചില തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചേക്കാം. രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തങ്ങളുടെ നേട്ടങ്ങളെ പെരുപ്പിന് കിട്ടുന്നത് സാധാരണമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിൽ ഇത് പലപ്പോഴും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ എന്നത് ഇരു രാജ്യങ്ങളുടെയും സൈനിക നേതൃത്വങ്ങൾ തമ്മിൽ നടത്തിയ ചർച്ചകളുടെ ഫലമാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ അതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾ വെറും രാഷ്ട്രീയ നാടകമായി മാത്രമേ കാണാൻ കഴിയൂ. അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ ശ്രദ്ധേയമാണ്. പുടിനെതിരെ കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നതും യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതും അദ്ദേഹത്തിന്റെ നയങ്ങളിൽ ഒരു മാറ്റം വന്നതിന്റെ സൂചനയാണോ, അതോ ഇതൊരു താൽക്കാലിക തന്ത്രമാണോ എന്ന് കാത്തിരുന്ന് കാണാം. ലോകം ഉറ്റുനോക്കുകയാണ്. വരും ദിവസങ്ങളിൽ ട്രംപിന്റെ ഈ പ്രസ്താവനകൾക്ക് എന്ത് പ്രതികരണം ഉണ്ടാകുമെന്നും പശ്ചിമേഷ്യയിലെ യൂറോപ്പിലെയും സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ ഇത് എന്തു മാറ്റം വരുത്തുമെന്നും.